നവമി, മറ്റൊന്ന് മസാല ബോണ്ട് ഇടപാടിലെ ഇഡിയുടെ പുതിയ സമൻസിനെതിരെ തോമസ് ഐസക് നൽകിയ ഉപഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഇന്ന് വരെ തൽസ്ഥിതി തുടരാനായിരുന്നു കോടതി കഴിഞ്ഞ ആഴ്ച നിർദ്ദേശം നൽകിയിരുന്നത്. ഉപഹർജിയിൽ ഇഡി മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചേക്കുമെന്ന് അറിയുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി. അശ്വതി, ഇന്നാണ് തോമസ് ഐസക്കിനെയും ഇഡി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചതിൽ ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അതിനെതിരെ പലതവണ ഹൈക്കോടതിയിൽ തോമസ് ഐസക്ക് ഹർജി നൽകിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കിഫ്ബി അല്ലെങ്കിൽ ഈ മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട തനിക്ക് അറിവുകളില്ല. ഇത് കിഫ്ബി ഇതിന് മറുപടിയെല്ലാം ഇഡിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിൽ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിതമാണ്. താനൊരു സ്ഥാനാർത്ഥിയാണ്, ലോക്സഭാ സ്ഥാനാർത്ഥിയാണ്. തന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ തന്റെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ തനിക്കെതിരെ അപകീർത്തിപരമായിട്ടുള്ള പ്രചാരണം നടത്താൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാരും ഇഡിയും ഒത്തുചേർന്ന് തനിക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു വാദമാണ് തോമസ് ഐസക് കോടതിയിൽ ഉന്നയിച്ചത്. എന്തായാലും തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തോമസ് ഐസക്കിന് തന്നെ തീരുമാനമെടുക്കാമെന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതിനുശേഷം തന്നെയും തൽക്കാലം ഹാജരാകേണ്ട, ഈ തൽസ്ഥിതി തുടരട്ടെ എന്ന കാര്യം കൂടി ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടി അല്ലെങ്കിൽ എന്തായിരിക്കും ഉത്തരവെന്നുള്ളതാണ് ഏറ്റവും നിർണായകം. പ്രത്യേകിച്ച് ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഇഡി കൂടുതൽ നീക്കങ്ങൾ, അതായത് പാർട്ടിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള കൂടുതൽ നീക്കങ്ങൾ കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും തോമസ് ഐസക്കിന് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരവെന്നുള്ളത് ഏറെ നിർണായകമാണ്. അതോടൊപ്പം കഴിഞ്ഞ തവണ അല്ലെങ്കിൽ മുൻപ് മറ്റൊരു കേസ് പരിഗണിക്കുന്ന വേളയിൽ തന്നെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതായത് ഇഡിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തോട് സഹകരിക്കണം. അത് മറ്റൊരു കേസുമായി ബന്ധപ്പെടുത്തിയായിരുന്നു പറഞ്ഞത്. അതായത് ഇതൊരു നിയമ സംവിധാനമാണ്. അവർ അയക്കുന്ന നോട്ടീസുകളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് ഹാജരാകേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി മറ്റൊരു കേസ് പരിഗണിക്കുമ്പോൾ അറിയിച്ചിരുന്നു, ഉത്തരവിട്ടിരുന്നു. ആ ഒരു കാര്യം തോമസ് ഐസക്കിനും വരികയാണെങ്കിൽ ഇന്നത്തെ ഹർജി പരിഗണിക്കുമ്പോൾ തോമസ് ഐസക്കിനോടും ഈ ഒരു അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് പറയുകയാണെങ്കിൽ തോമസ് ഐസക്കിന് ഹാജരായേ പറ്റൂ, ചോദ്യം ചെയ്യലിന് മുൻപിൽ ഇരുന്നേ പറ്റൂ. മറ്റൊരു കാര്യം, നമുക്ക് അറിയാം, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പലതവണ ഈ നോട്ടീസ് അയച്ചിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത സാഹചര്യത്തിലാണ് പിന്നീട് അറസ്റ്റിലേക്കൊക്കെ പോകുന്നത്. ഇത് 7ാമത്തെ തവണയാണ് തോമസ് ഐസക്കിന് നോട്ടീസ് അയക്കുന്നത്. ഇനിയും ഹാജരായില്ല എന്നുണ്ടെങ്കിൽ ഈ ഹൈക്കോടതി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പറഞ്ഞാൽ തന്നെയും എങ്കിൽ പോലും തോമസ് ഐസക്ക് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സാഹചര്യവും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അശ്വതി. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്.